ഒരു ചരിത്ര സംഭവത്തിൽ തുടങ്ങാം. ഒന്നാം ലോക മഹായുദ്ധകാലം. യുദ്ധത്തിലും തൽഫലമായുണ്ടായ കടുത്ത ക്ഷാമത്തിലും നട്ടം തിരിഞ്ഞ ലോക ജനതയെ 1918 ഒരു വസന്തകാലത്ത് മറ്റൊരു മഹാമാരി കൂടി പിടികൂടി. സ്പാനിഷ് ഫ്ലൂ. H1N1 എന്ന ഇനം ഇൻഫ്ലുവൻസ വൈറസ് ആയിരുന്നു ആ ദുരന്ത കഥയിലെ വില്ലൻ. 1914 മുതൽ 1918 വരെ നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏതാണ്ട് 4 കോടി ആളുകളാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ലോകമെങ്ങും പടർന്നു പിടിച്ച സ്പാനിഷ് ഫ്ലൂവിൽ 5 കോടിയിലേറെ പേർ മരണമടഞ്ഞു. അതായത് അന്നത്തെ ലോക ജനസംഖ്യയുടെ 5% ആളുകൾ. ലോകം കണ്ട ഏറ്റവും ഭീകരമായ പകർച്ചവ്യാധികളിലൊന്നായിരുന്നു അത്. ഇന്നത്തെ പോലെ വൈറസുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നില്ലെങ്കിലും മനുഷ്യരിലെ വൈറസ് ബാധയുടെ ചരിത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഇക്കാര്യത്തിൽ ഏറ്റവും പഴയ തെളിവ് ലഭിക്കുന്നത് പുരാതന ഈജിപ്തിൽ നിന്നാണ്. അവിടെ ഏതാണ്ട് 5700 വർഷം മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ രോഗലക്ഷണം പോളിയോയുടേതായിരുന്നത്രേ. വൈറസ് മൂലമുണ്ടാകുന്ന മറ്റൊരു രോഗമായ സ്മോൾ പോക്സിൻ്റെ ലക്ഷണങ്ങളും ചില ഈജിപ്ഷ്യൻ മമ്മികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. AD 6-ാം നൂറ്റാണ്ടിൽ റോമിലും 14-ാം നൂറ്റാണ്ടിൽ യൂറേഷ്യയിലും പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് ബാധയിൽ കോടിക്കണക്കിന് ആളുകൾ മരണമടഞ്ഞു. 16-17 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ കുടിയേറ്റക്കാരിൽ നിന്നും പടർന്നു പിടിച്ച വൈറസ് രോഗങ്ങളാണ് അമേരിക്കൻ ഗോത്രവർഗക്കാരിൽ നല്ലൊരു ശതമാനത്തെയും കൊന്നൊടുക്കിയത്. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.